എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാം, ലേൺ ഡിജിറ്റൽ അക്കാഡമി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് ജിഫ് ആനിമേഷൻ. അപ്പോൾ ജിഫ് ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത് ചെന്ന് ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഈ പുതിയ ലെയറിലായിരിക്കും നമ്മുടെ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ വെച്ച് ഞാനൊരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്തു. ഈ ഫിൽ കളർ ഞാൻ ബ്ലാക്ക് ആക്കി കൊടുക്കും. ഓക്കെ, അടുത്ത ലെയറിൽ വേണ്ടതാണ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എലിപ്സ് ടൂൾ എടുത്ത് ഒരു സ്ഫിയർ വരയ്ക്കണം. ഇതാണ് എൻ്റെ സ്ഫിയർ. ഓക്കെ, റെഡ് കളറിൽ താഴെ നമുക്ക് ഫ്ലോർ കാണാം. ഓക്കെ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോൾ ഈ ഫ്ലോറിന് മേലക്കോടെ ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോകണം. ഓക്കെ, അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ലെയർ ഈ സ്ഫിയർ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മൂവ് ടൂൾ വെച്ചിട്ട് ആദ്യം നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം ഇതാണെന്ന് ഇങ്ങനെ ഞാൻ വെച്ചു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം ഇങ്ങനെ ഞാൻ വെച്ചിട്ട് എനിക്കിനി സെക്കൻഡ് ഫ്രെയിം ഉണ്ടാക്കണം. ഓക്കെ, അപ്പം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതെൻ്റെ സെക്കൻഡ് ഫ്രെയിം. ഇനി ഇത് ഞാൻ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിന് കോപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ മൂന്നാമത്തെ ഫ്രെയിം ഇവിടെ വയ്ക്കും. ഓക്കെ, ഇനി വീണ്ടും നാലാമത്തെ ഫ്രെയിം അത് ഫ്ലോറിലുള്ള കോണ്ടാക്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 2 3 4 4 ഫ്രെയിം ഉണ്ട്. ഓക്കെ, ഇത് വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ മേലേക്ക് കൊണ്ടുവരും. ഓക്കെ, വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വീണ്ടും മേലേക്ക് കൊണ്ടുവരും. ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊണ്ടുവരും. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഞാൻ ഓരോ ഫ്രെയിംസ് ഉണ്ടാക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര ഫ്രെയിം നോക്കാം? 1 2 3 4. നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. ഓക്കെ, ഈ ഫ്രെയിംസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ആനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫ്രെയിമും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ബോൾ മൂവ്മെന്റ്, നമ്മുടെ ബോളിന്റെ മൂവ്മെന്റ് നടക്കുന്ന ഫ്രെയിമാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിമിനെല്ലാം കോമൺ ആയിട്ട് ഒരു ഫ്ലോർ വേണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഫ്ലോറിന്റെ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇതുമായിട്ട് ഞാൻ മേർജ് ചെയ്യും. ഓക്കെ, ഞാൻ ആദ്യം ഈ ഷേപ്പുകളെല്ലാം എനിക്ക് ഇമേജസ് ആക്കണം. അതിന് ഞാൻ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് റാസ്റ്ററൈസ് ലെയർ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇതിരിക്കുന്ന ഷേപ്പ് ലെയർ ആയിട്ടാണ്. ഇത് എനിക്ക് ഒരു ഇമേജ് ലെയർ ആക്കണമെങ്കിൽ റാസ്റ്ററൈസ് ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഇമേജ് ആയി. ഓക്കെ, അപ്പോൾ ഈ ഓരോ ലെയറിനും ഓക്കെ ഞാൻ ബാക്കിയുള്ള ലെയേഴ്സ് എല്ലാം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഫ്ലോർ ഇല്ല. ഓക്കെ, ഈ ഒരു ലെയർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോർ ഇല്ല. ഫ്ലോർ വേണമെങ്കിൽ ഇതും നമുക്ക് എല്ലാ ലെയേഴ്സ് ആയിട്ട് ഇത് മേർജ് ചെയ്യണം. ഓക്കെ, ഇവിടെ മേർജ് ലെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഫ്ലോർ ആയി. ഓക്കെ, വീണ്ടും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇത് രണ്ടും മേർജ് ചെയ്യും. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇത് രണ്ടും മേർജ് ചെയ്യും. അങ്ങനെ ഓരോ ലെയറും നമ്മളിങ്ങനെ മേർജ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി മേലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സായിട്ട് ഇത് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും മേർജ് ചെയ്യണം. അപ്പോൾ ഞാനൊരു കോപ്പി ഉണ്ടാക്കി ഈ രണ്ട് ലെയേഴ്സായിട്ട് മേർജ് ചെയ്തു. വീണ്ടും കോപ്പി ഉണ്ടാക്കി ഈ രണ്ട് ലെയേഴ്സായിട്ട് മേർജ് ചെയ്തു.
ഈ അവസാനത്തെ ലെയറാണ് merge ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെയേഴ്സിനകത്തും നമുക്കൊരു ഫ്ലോർ കാണും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ലെയറാണ് ഇത്. ഓക്കെ, ഈ ലെയർ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ വേണ്ട. ഓക്കെ, നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോൾ ബൗൺസ് ചെയ്യുന്ന ഒരു മോഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്കൊരു ടൈം ലൈനിൽ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ വിൻഡോസ് ഓപ്ഷനിൽ ചെന്ന് നമുക്ക് ഇവിടെ ഏറ്റവും ടൈം ലൈൻ കാണും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ടൈം ലൈൻ വരും. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് വീഡിയോ ടൈം ലൈൻ ഉണ്ട്, ക്രിയേറ്റ് ഫ്രെയിം ആനിമേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ഫ്രെയിം ആനിമേഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രെയിം ആയി. പക്ഷെ ബാക്കിയുള്ള ഫ്രെയിമുകളൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മേക്ക് ഫ്രെയിംസ് ഫ്രം ലെയേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഫ്രെയിംസും സെലക്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്യണം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മുടെ അവസാനത്തെ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ടൈം കാണാൻ പറ്റും, 0 സെക്കൻഡ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് 0.1 ആക്കി അല്ലെങ്കിൽ 0.2 ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാ ഫ്രെയിംസും 0.2 സെക്കൻഡ്സ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പ്ലേ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്യുന്ന പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനിയും സ്പീഡ് കൂട്ടണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് നമുക്ക് അവസാനത്തെ ഫ്രെയിം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമുക്കിത് 0.1 ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്ലേ കൊടുക്കുന്ന സമയത്ത് ഇതിന് കുറച്ചുകൂടി സ്പീഡ് കൂടും. ഓക്കെ, ഇനി നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫയലിൽ ചെയ്യണം, എക്സ്പോർട്ടിൽ പോകണം, എക്സ്പോർട്ട് സേവ് ഫോർ വെബ് ലെഗസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫോർമാറ്റ് ജിഫ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ നാല് ഫോർമാറ്റ് ജിഫ് ആണോ ചെക്ക് ചെയ്യണം. ഇവിടെ കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്, JPEG ഉണ്ട്, PNG ഉണ്ട്. ഓക്കെ, നമ്മൾ ജിഫ് സെലക്ട് ചെയ്ത് വെച്ച് നമ്മളിവിടെ ട്രാൻസ്പെറൻസിയുടെ ചെക്ക് ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അൺചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന ഭാഗമെല്ലാം വൈറ്റ് കളറാണ്. അത് കഴിഞ്ഞ് നമ്മൾ സേവ് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിനകത്ത് സേവ് ചെയ്തിടാൻ പോകും. നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെസ്ക്ടോപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ ആനിമേഷൻ. ഈ ആനിമേഷൻ ഞാൻ തുറന്നു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജിഫ് ആനിമേഷൻ ഉണ്ടാക്കുന്നത്. ഈ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നന്ദി.